നമസ്കാരം 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കർണാടകയിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തവരെ ആസൂത്രിതമായി ഒഴിവാക്കിയെന്നും വോട്ടുകൊള്ള നടത്തുന്നവരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സംരക്ഷിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. രാഹുലിന്റെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ നിരാശയാണ് രാഹുൽ ഗാന്ധിക്ക് എന്നാണ് ബിജെപിയുടെ വിമർശനം. The Chief Election Commissioner of India, Gyanesh Kumar, is protecting the people who are doing this. This is being done at scale and this is being done using large resources. ഹൈഡ്രജൻ ബോംബല്ലെന്ന് തുടക്കത്തിലെ വ്യക്തമാക്കിയ രാഹുൽ ഗാന്ധി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ കടന്നാക്രമിച്ചാണ് വോട്ടുകൊള്ളയിൽ പുതിയ തെളിവുകൾ നിരത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന് ലഭിക്കുമായിരുന്ന 6018 വോട്ടുകൾ പട്ടികയിൽ നിന്ന് ആസൂത്രിതമായി ഒഴിവാക്കി. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വിവിധ മൊബൈൽ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് പട്ടികയിൽ നിന്ന് പേര് നീക്കാനുള്ള അപേക്ഷ നൽകിയത്. സൂര്യകാന്ത് എന്നയാളുടെ പേരിൽ മാത്രം ഇങ്ങനെ 12 വോട്ടുകൾ നീക്കി. മഹാരാഷ്ട്രയിലെ രാജുറായിൽ 6800-ലേറെ വ്യാജ വോട്ടർമാരെ കൂട്ടിച്ചേർത്തെന്ന ആരോപണവും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. ഇതിനായി പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ടെന്നും രാഹുൽ ഗാന്ധി. And we are pretty certain that this was done in a centralized manner and it was done at scale. This was not done in a, at a worker level. This was done at a call center. അലന്ത് മണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വോട്ടേഴ്സിനെ വാർത്താ സമ്മേളന വേദിയിൽ എത്തിച്ചായിരുന്നു രാഹുലിന്റെ ആരോപണം. ನನಗೆ ನಾಲೆಜ್ ಇಲ್ಲದೆ ನನ್ನ ಹೆಸರು ಮೇಲೆ 9 ಜನರ ಲಿಸ್ಟನ್ನು ಡಿಲೀಟ್ ಮಾಡಿದ್ದಾರೆ. ಅದು ಯಾಕಂತ ಇವರು ನನಗೆ ಬಂದು ಕೇಳಿದ್ರು, ನಮ್ಮ ಹೆಸರು ನೀವು ಯಾಕೆ ಡಿಲೀಟ್ ಮಾಡಿದ್ರಿ ಅಂತ. രാഹുൽ ഗാന്ധി പറഞ്ഞത് 100% ശരിയായ കാര്യങ്ങളെന്ന് അലന്ത് MLA BR പട്ടേൽ. अभी राहुल जी ने जो कुछ भी बताया बिल्कुल सही है और 100% सही है. ഓൺലൈനിൽ ആർക്കും വോട്ട് നീക്കം ചെയ്യാൻ കഴിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അലന്തിൽ വോട്ട് നീക്കം ചെയ്യാൻ ചില ശ്രമങ്ങൾ നടന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചു. രാഹുലിനെ തള്ളി BJPയും രംഗത്തെത്തി. Your sole politics has become to create chaos, then play victim card, and you are always trying to delegitimize democracy. വോട്ടേഴ്സിനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 18 മാസത്തിനുള്ളിൽ 18 കത്തുകൾ കർണാടക CID തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയെങ്കിലും മറുപടി നൽകിയില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവുകൾ നൽകണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഗുരുതരമായൊരു ബോംബാണ് രാഹുൽ ഗാന്ധി ഇന്ന് പൊട്ടിച്ചത്. ഹൈഡ്രജൻ ബോംബ് പിന്നാലെ തന്നെയുണ്ടെന്നാണ് രാഹുലിന്റെ മുന്നറിയിപ്പ്. വിനീത VG 24 ഡൽഹി. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് ഔദ്യോഗിക വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, നേരത്തെ വോട്ട് ചോരിയുടെ ആദ്യ ആരോപണത്തിൽ ഒരുപാട് വൈകിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വോട്ടർമാരെ ഒഴിവാക്കിയെന്ന ആരോപണത്തിൽ പ്രതികരണവും ഔദ്യോഗികമായ വിശദീകരണവും വേഗത്തിലാണ്. എന്താണ് രാഹുലിന്റെ ആരോപണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി? സുഹൈൽ, നേരത്തെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനൌദ്യോഗികമായി ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു. അതിൽ വിശദീകരണവും നൽകിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആലന്തിലെ വിഷയത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ FIR നമ്പർ അടക്കമുള്ള വിശദാംശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെയാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത് എങ്കിൽ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഔദ്യോഗിക വിശദീകരണം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണ കുറിപ്പിൽ അറിയിക്കുന്നത് 2022 ഡിസംബറിൽ കർണാടകയിലെ ഈ ആലന്ത് മണ്ഡലത്തിലെ 6018 വോട്ടുകൾ അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫോം 7 അനുസരിച്ചുള്ള അപേക്ഷ NVSP, VHA, ഗരുഡ് എന്നീ ആപ്പുകൾ വഴി ലഭിച്ചു. എന്നാൽ ഇത്രത്തോളം വലിയ തരത്തിലുള്ള പരാതികൾ ലഭിച്ച ഘട്ടത്തിൽ സംശയം തോന്നുകയും അവ സൂക്ഷ്മ പരിശോധന നടത്തിയതിൽ നിന്നും 24 അപേക്ഷകൾ മാത്രമാണ് യഥാർത്ഥം എന്ന് കണ്ടെത്തുകയും മറ്റ് 5994 അപേക്ഷകൾ തെറ്റാണെന്ന് കണ്ടെത്തി തുടർന്ന് ആ 24 അപേക്ഷകൾ സ്വീകരിക്കുകയും മറ്റ് 5994 തെറ്റായ അപേക്ഷകൾ തള്ളുകയും ചെയ്തു. അതായത് രാഹുൽ ഗാന്ധി ആരോപിച്ചതുപോലെ 6018 വോട്ടുകൾ നീക്കം ചെയ്തിട്ടില്ല എന്നും മറിച്ച് 24 വോട്ടുകൾ മാത്രമാണ് നീക്കം ചെയ്തത്. മറ്റ് 5994 വോട്ടുകൾ നീക്കം ചെയ്യാതെ അത് വോട്ടർ പട്ടികയിൽ തുടർന്നു എന്നുമാണ്. തുടർന്ന് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകുകയും
അതിൽ ആലന്ത പോലീസ് സ്റ്റേഷനിൽ ഫെബ്രുവരി 21-ന് FIR രജിസ്റ്റർ ചെയ്തു എന്നും FIR നമ്പർ അടക്കമുള്ള വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നു. സുഹേൽ, ഫോം 7 ഉപയോഗിച്ചെത്തിയ വ്യാജ അപേക്ഷകളുടെ IP അഡ്രസ് അടക്കം കർണാടക CID ചോദിച്ചിരുന്നു. ഇതടക്കം നൽകിയില്ലെന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി ആരോപിച്ചത്. ഇതിലടക്കം മറുപടി ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ബൽറാം നെടുങ്കാടിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായ 3-ാം ദിവസവും അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത നിയമസഭ. വിലക്കയറ്റം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചപ്പോൾ ഓണക്കാലത്ത് വിപണി ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ അവഗണനയും ഉന്നയിച്ചായിരുന്നു സർക്കാരിന്റെ മറുപടി. പണപ്പെരുപ്പം ഉൾപ്പെടെ കണക്കുകൾ നിരത്തിയാണ് പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചതെന്നും സർക്കാർ പരാജയമാണെന്നും ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്തെ വിലക്കയറ്റവും പണപ്പെരുപ്പവും ഉയർത്തിയായിരുന്നു ഇന്നത്തെ അടിയന്തര പ്രമേയം. PC വിഷ്ണുനാഥിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ച ചെയ്യാൻ ഭരണപക്ഷം തീരുമാനിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയമാണെന്നും വിലക്കയറ്റത്തിൽ ഇനി സർക്കാർ കോൺക്ലേവ് നടത്താമെന്നും PC വിഷ്ണുനാഥിന്റെ പരിഹാസം. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇപ്പോൾ ഈ സർക്കാരിന് മുമ്പിൽ ആകെ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഇപ്പോൾ മൊത്തത്തിലൊരു ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു അന്തർദേശീയ വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാം. പ്രതിപക്ഷം സ്ഥിതിവിവര കണക്കുകൾ നിരത്തിയപ്പോൾ സർക്കാർ പൊങ്ങച്ചം പറയുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. കഴിഞ്ഞ 9 മാസക്കാലമായി റീറ്റെയിൽ പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിലും വിലക്കയറ്റത്തിലും കേരളം 1-ാം സ്ഥാനം തുടർച്ചയായി കൊണ്ടുപോകാണ്. ഇത് കേരള കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് എല്ലാ കാലത്തും കേരളം 1-ാം സ്ഥാനമാണ് എന്നുള്ള വാദം ശരിയല്ല. ഓണക്കാലത്ത് വിപണിയിൽ ഇടപെടാൻ കഴിഞ്ഞെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ മറുപടി. ഓണത്തിന് ഒരു തരി അരി പോലും നൽകാത്ത കേന്ദ്ര നിലപാടിനെതിരെ പ്രതിപക്ഷം പറയാൻ തയ്യാറായിട്ടില്ലെന്നും ഭക്ഷ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഈ മലയാളിക്ക് അരി നിഷേധിച്ച, അരി നൽകില്ലെന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനോട് ചോദ്യം ചെയ്യാൻ, ഇത് ഈ നിമിഷം വരെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ എപ്പോഴും ഗവൺമെന്റിനെ കുത്തുന്ന ആ നിലപാടുമായി അധിക ദൂരം പോയാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരുമെന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്ത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്നും ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. എന്നാൽ മന്ത്രി പറഞ്ഞത് കള്ളമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഈ സർക്കാരിന്റെ കാലത്ത് 16 അടിയന്തര പ്രമേയം ചർച്ച ചെയ്തപ്പോൾ അതിൽ 4 അവതരിപ്പിച്ചത് PC വിഷ്ണുനാഥാണ്. 24 തിരുവനന്തപുരം. അടിയന്തര പ്രമേയങ്ങൾ തുടർച്ചയായി ചർച്ചയ്ക്കെടുക്കുന്നത് സർക്കാരിന്റെ രാഷ്ട്രീയ തന്ത്രം. സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിനുള്ള അവസരമാക്കി മാറ്റുകയാണ് തന്ത്രങ്ങളിൽ ഒന്ന്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്തുതന്നെയായാലും അതിനെ നേരിടാൻ ഭയമില്ലെന്ന സന്ദേശം നൽകലും ചർച്ച അനുവദിക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നു. നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് റൂൾ 50 പ്രകാരമുള്ള ഉപക്ഷേപം അഥവാ അടിയന്തര പ്രമേയം. പ്രതിപക്ഷത്തിന്റെ വജ്രായുധമെടുത്ത് അവർക്കെതിരെ തന്നെ ഉപയോഗിക്കുന്ന തന്ത്രത്തിനാണ് കഴിഞ്ഞ 3 ദിവസമായി കേരള നിയമസഭ സാക്ഷ്യം വഹിക്കുന്നത്. ശൂന്യവേളയിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയ നോട്ടീസിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ സഭ നിർത്തിവെച്ച് ചർച്ച അനുവദിക്കുമ്പോൾ സർക്കാരിന് ലക്ഷ്യങ്ങൾ പലതാണ്. അടിയന്തര പ്രമേയ ചർച്ചയെ അവസരമാക്കി മാറ്റിക്കൊണ്ട് സർക്കാരിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുക എന്നതാണ് ഒരു ലക്ഷ്യം. സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ലക്ഷ്യമിട്ടാണ് ഓരോ അടിയന്തര പ്രമേയവും അവതരിപ്പിക്കപ്പെടുന്നത്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന അത്തരം വിഷയങ്ങളെ നേരിടാനോ മറുപടി നൽകുന്നതിനോ തെല്ലും ഭയമില്ലെന്ന സന്ദേശം കൂടി നൽകാൻ സർക്കാർ അടിയന്തര പ്രമേയ ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. അംഗബലമനുസരിച്ചാണ് നിയമസഭയിലെ ചർച്ചകൾക്ക് മുന്നണികൾക്ക് സമയം അനുവദിക്കുന്നത്. 98 അംഗങ്ങളുള്ള ഭരണമുന്നണിക്കാണ് പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ സമയം ലഭിക്കുന്നത്. സർക്കാരിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാൻ ഭരണപക്ഷത്തിന് കൂടുതൽ സമയം ലഭിക്കുമെന്നതും ചർച്ച അനുവദിക്കാൻ സർക്കാരിന് പ്രേരണയാകുന്നുണ്ട്. അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ പ്രതിപക്ഷത്തിനുമുണ്ട് ചില നേട്ടങ്ങൾ. സഭാതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയം ചർച്ച ചെയ്യാൻ സർക്കാരിനെ നിർബന്ധിതമാക്കിയതാണ് പ്രതിപക്ഷത്തിന്റെ നേട്ടം. സർക്കാരിന് നേരെയുള്ള കുറ്റപത്രം പോലെ ഓരോ വിഷയങ്ങളിലും പറയാനുള്ളതെല്ലാം ഉന്നയിക്കാമെന്നതും പ്രതിപക്ഷത്തിന് നേട്ടമാകുന്നു. 15-ാം കേരള നിയമസഭയുടെ കാലത്ത് ചർച്ചയ്ക്കെടുക്കുന്ന 16ാമത്തെ അടിയന്തര പ്രമേയമാണ് ഇന്ന് സഭ പരിഗണിച്ചത്. കേരള നിയമസഭ നിലവിൽ വന്ന ശേഷം ചർച്ചയ്ക്കെടുത്ത അടിയന്തര പ്രമേയങ്ങളുടെ പകുതിയിലേറെയും ഈ സർക്കാരിന്റെ കാലത്താണെന്ന പ്രത്യേകതയുമുണ്ട്. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. വനം വന്യജീവി നിയമ ഭേദഗതി ബില്ലുകൾ സർക്കാരിന്റെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്ന ആരോപണം ഉയർത്തിയെങ്കിലും നിയമസഭയിൽ പിന്തുണച്ച് പ്രതിപക്ഷം. കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി സംസ്ഥാന നിയമം ഉണ്ടാക്കിയാൽ നിലനിൽക്കുമോ എന്ന സംശയം പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചു. വോട്ട് ലക്ഷ്യം വെച്ചുള്ള ബില്ലാണെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകരുതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിച്ചാൽ ഉടനെ അതിനെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്നതാണ് വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ല്. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം വനം വകുപ്പ് മുഖേന മുറിച്ചുമാറ്റി വിൽപ്പന നടത്തുന്നതിന് അനുമതി നൽകുന്നതാണ് വനഭേദഗതി ബില്ല്. മലയോര ജനതയെ ബാധിക്കുന്ന ബില്ലിന്മേൽ സഭയിൽ നടന്നത് വിശദമായ ചർച്ച. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള ഒരു ഭേദഗതി നമുക്ക് ആവശ്യമാണ്. അങ്ങനെ വന്നാൽ ഈ പറയുന്നത് പോലുള്ള നടപടികളൊന്നും ഇല്ലാതെ തന്നെ കാട്ടുപന്നിയെ വെടിവെക്കാനും
നാം സഭയിലെ പല അംഗങ്ങളും സംസാരത്തിൽ അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ബില്ല് തെരഞ്ഞെടുപ്പ് അജണ്ടയെന്ന് പ്രതിപക്ഷം. രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് ബില്ലെത്തിയാൽ പാർലമെന്റിൽ കോൺഗ്രസ് സഹകരിക്കണമെന്ന് മന്ത്രി പി രാജീവ്. ചർച്ചകൾക്കൊടുവിൽ വനം വന്യജീവി ഭേദഗതി ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബില്ലും സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. 24 തിരുവനന്തപുരം. 10 വർഷത്തിനിടെ 144 പോലീസുകാരെ പിരിച്ചുവിട്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നുണയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 144 പേരെ പിരിച്ചുവിട്ട രേഖ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ മുഖ്യമന്ത്രിയെ രമേശ് ചെന്നിത്തല വെല്ലുവിളിച്ചു. സംസ്ഥാനത്തെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് KSU നിയമസഭയിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. ഇപ്പോൾ കണക്കുകൾ നോക്കാം. കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടത്. പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. 10 വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടത് 50 പേരെ മാത്രമെന്ന് രമേശ് ചെന്നിത്തല. ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളെ പോലും പിരിച്ചുവിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല. 144 പേരെ തന്റെ ഭരണകാലത്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടു എന്ന് പറയുന്ന മുഖ്യമന്ത്രി വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത്. ആകെ പിരിച്ചുവിട്ടത് 50-ൽ താഴെ പോലീസുകാരെയാണ്. പോലീസ് മർദ്ദനങ്ങൾക്കെതിരെ നിയമസഭയിലേക്ക് KSU നടത്തിയ മാർച്ച് അക്രമാസക്തമായി. ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിയുകയും ചെയ്തു. നിയമസഭാ പരിസരത്തെ ഫ്ലക്സ് ബോർഡുകളും KSU പ്രവർത്തകർ തകർത്തു. തെരുവിലേക്കിറങ്ങിയ പ്രവർത്തകർ പാളയത്തെ താൽക്കാലിക ബാരിക്കേഡുകളും തകർത്തു. സെക്രട്ടേറിയറ്റിന് മുന്നിലും സംഘർഷം. പോലീസ് ഷീൽഡുകൾ പിടിച്ചെടുത്ത് KSU പ്രവർത്തകർ തകർത്തു. സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടി കടക്കാനും ശ്രമം. ഒടുവിൽ നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. 24 തിരുവനന്തപുരം. ജാക്കറ്റ് ആവശ്യപ്പെട്ട് ആലുവ റൂറൽ SP ഓഫീസിലേക്ക് ഫോൺ വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥന് അസഭ്യം പറഞ്ഞ ഗ്രേഡ് SIക്ക് സ്ഥലം മാറ്റം. ഗ്രേഡ് SA VR സുരേഷിനെ കോട്ടപ്പടി സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റിയത്. ശ്യാംകുമാർ കൊച്ചിയിൽ ചെയ്യുന്നു. ശ്യാം, എന്താണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ മാസമായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. റോഡിലെ ഡ്യൂട്ടിക്ക് ജാക്കറ്റ് ആവശ്യപ്പെട്ട SP ഓഫീസിലേക്ക് വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ നേരെയാണ് ഗ്രേഡ് SI ആയിരുന്ന VR സുരേഷ് മോശം വാക്കുകൾ ഉപയോഗിച്ചത്. ഇത് ഈ ഫോൺ റെക്കോർഡ് സഹിതം പ്രചരിച്ചതോടെ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് ഗ്രേഡ് SI ആയിരുന്ന VR സുരേഷിനെ കോട്ടപ്പടിയിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ആലുവ റൂറൽ SP ഉത്തരവിറക്കിയിരിക്കുന്നത്. ആ ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ച ഉദ്യോഗസ്ഥനെതിരെയും നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് പുറത്തുവരുന്നത്. പരാതിക്കാരനും പരാതി ആരോപണ വിധേയനും പോലീസുകാരൻ തന്നെയാണ്. ഒടുക്കം സ്ഥലം മാറ്റം. ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കാരേറ്റ് മേഖലകളിലെ ക്ഷേത്രങ്ങളിൽ മോഷണം. വെഞ്ഞാറമൂട് വേറ്റൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലും കാരേറ്റ് ദേവസ്വം ബോർഡ് ശിവക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. അലക്സ മുഹമ്മദ് തിരുവനന്തപുരത്ത് ചേരുന്നു. അലക്സ്, എപ്പോഴായിരുന്നു മോഷണം? എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്? സുഹൈല, വെഞ്ഞാറമൂട് കാരേറ്റ് മേഖലകളിലെ ക്ഷേത്രങ്ങളിലാണ് മോഷണം നടന്നിട്ടുള്ളത്. വെഞ്ഞാറമൂട് വേറ്റൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലും കാരേറ്റ് ദേവസ്വം ബോർഡ് ശിവക്ഷേത്രത്തിലുമാണ് ഇന്നലെ മോഷണം നടന്നത്. വേറ്റൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാത്രി 12:30 അതുപോലെ കാരേറ്റ് ശിവക്ഷേത്രത്തിൽ 2:20 മോഷ്ടാക്കൾ അകത്ത് കടന്നത്. ഈ മോഷ്ടാക്കൾ ക്ഷേത്രത്തിനുള്ളിൽ കടക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. ഇതിൽ വേറ്റൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ പൂട്ട് പൊളിച്ച് മോഷ്ടാക്കൾ അകത്തു കടന്ന ശേഷം ഇതിന്റെ പൂട്ട് ക്ഷേത്രത്തിലെ കിണറ്റിലേക്ക് എടുത്തെറിഞ്ഞു. അതിനുശേഷം ഓഫീസ് റൂമിലെ മേശയുടെ പൂട്ട് തകർത്തതിലുണ്ടായിരുന്ന 3500 രൂപ മോഷ്ടാക്കൾ കവർന്നു. ശരി, എന്തായാലും 2 അംഗ സംഘമാണ് ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയിരിക്കുന്നവരുടെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റു വാർത്തയിലേക്കാണ്. കർണാടക ധർമ്മസ്ഥലിലെ 2ാം ഘട്ട പരിശോധനയിൽ 2 തലയോട്ടികൾ കൂടി കണ്ടെത്തി. ബംഗ്ലഗുഡെ വനത്തിൽ നിന്നാണ് തലയോട്ടികൾ കണ്ടെത്തിയത്. നേരത്തെ കാണാതായ പുരുഷന്റെ തിരിച്ചറിയൽ രേഖയും തലയോട്ടിയുടെ അടുത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ ചെയ്യുന്നു. റഹീസ്, 2ാം ഘട്ട മണ്ണുമാന്തിയുള്ള പരിശോധനയാണ്. ഇന്നലെ 5 സ്ഥലങ്ങളിലായി ഇത്തരത്തിൽ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. തലയോട്ടിയും അന്വേഷണം ഏത് ദിശയിലാണ് നീങ്ങുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ.
സുഹൈൽ, ഈ രണ്ടാം ഘട്ട തെരച്ചിൽ ആരംഭിച്ചതിന് പിന്നാലെ 7 ഇടങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ തലയോട്ടികളും അസ്ഥികളും ഒക്കെയും കണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും സമീപവാസികൾ നൽകിയിട്ടുള്ള മൊഴി, ഒപ്പം തന്നെ കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവൻ നൽകിയിട്ടുള്ള മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് SIT സംഘം രണ്ടാം ഘട്ട മണ്ണുമാന്തി പരിശോധന ആരംഭിച്ചത്. ബംഗ്ലകുട്ടെ വനത്തിൽ 12 ഏക്കറിനുള്ളിലാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിലവിൽ ഇവർ ഐഡന്റിഫൈ ചെയ്ത് നൽകിയ സ്ഥലങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് ഇപ്പോൾ 7 തലയോട്ടികളും ഒപ്പം തന്നെ ശരീരഭാഗങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ തലയോട്ടിയുടെ അടുത്തു നിന്ന് തന്നെ നേരത്തെ കാണാതായിട്ടുള്ള ഒരാളുടെ ഐഡന്റി കാർഡ് കൂടി ലഭിച്ചിട്ടുണ്ട്. ഇതുവരെയും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയുകയില്ല. അങ്ങനെയുള്ള ഒരാളുടെ തലയോട്ടി കൂടി കിട്ടിയിട്ടുണ്ട്. എല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം മാത്രമാകും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരിക. നാളെ എന്തായാലും പരിശോധന ഉണ്ടാവില്ല, മറിച്ച് SITയുടെ യോഗം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. സുഹൈൽ, എന്തായാലും രണ്ടാം ഘട്ട മണ്ണുമാന്തിയുള്ള പരിശോധനയിൽ 7 ഇടങ്ങളിൽ നിന്നാണ് അസ്ഥികൾ കണ്ടെത്തിയിരിക്കുന്നത്. റഹീസാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്കാണ്. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ആക്ഷേപത്തിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന KJ ഷൈൻ രാഷ്ട്രീയപരമായും വ്യക്തിപരമായും തകർക്കാൻ നെറികെട്ട പ്രചരണം നടത്തുന്നുവെന്നും തന്റെ കുടുംബത്തെ പോലും വേട്ടയാടുന്നുവെന്നും ഷൈൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരു പത്രത്തിലും വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിലും വന്ന വാർത്തകളും ഫേസ്ബുക്ക് ലീഗുകളും സഹിതമാണ് പരാതി നൽകിയതെന്നും ഷൈൻ വ്യക്തമാക്കി. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ലഹരി എറിഞ്ഞു നൽകുന്ന സംഘത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പനങ്കാവ് സ്വദേശി റിജിലാണ് പിടിയിലായത്. കേസിൽ 2 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അരുൺ പൂപ്പറമ്പ കണ്ണൂർ ചെയ്യുന്നു. അരുൺ, ഈ ലഹരി എറിയിലേക്ക് തടയാൻ ശക്തമായ നടപടികളിലേക്ക് കടക്കുന്നതിനിടെ എറിഞ്ഞ സംഘത്തിലെ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു. വിവരങ്ങൾ. സുഹൈൽ, കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ലഹരി മരുന്നുകൾ, മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ എറിഞ്ഞു നൽകുന്ന സംഘം, വലിയ സംഘം പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 2 ആഴ്ച മുമ്പ് ഈ ജയിലിലേക്ക് മൊബൈൽ ഫോൺ എറിഞ്ഞു നൽകുന്നതിനിടെ പനങ്കാവ് സ്വദേശിയായിട്ടുള്ള അക്ഷയ് എന്ന യുവാവിനെ പിടികൂടുകയും പിന്നീട് പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിലൂടെയാണ് ഇതിൽ കൂലിക്ക് വലിയ സംഘം പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്, അത് ജയിലിലുള്ള തടവുകാരുമായി കണക്ട് ചെയ്തുള്ള സംഘമാണ് പ്രവർത്തിക്കുന്നതെന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ഈ അക്ഷയിൽ നിന്ന് തന്നെയാണ് കൂട്ടാളികളായിട്ടുള്ള മറ്റു പ്രതികളെ സംബന്ധിച്ചും ഈ സംഘത്തിൽ ഉൾപ്പെട്ട കൂട്ടാളികളെ സംബന്ധിച്ചും വിവരം ലഭിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ പോലീസ് പനങ്കാവ് സ്വദേശിയായിട്ടുള്ള റിജിലിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. റിജിൽ ഇതിനു മുമ്പും ഈ ജയിലിനകത്തേക്ക് ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ എറിഞ്ഞു നൽകിയിട്ടുണ്ട് എന്നതാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. മറ്റൊരു പ്രതി, ആകെ 3 പ്രതികളെ ആണ് നിലവിൽ, അക്ഷയ് ഉൾപ്പെടെ 3 പ്രതികളെയാണ് ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട്, ജയിലിലേക്കുള്ള കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പേർ ഈ സംഘത്തിലുണ്ട്. അവരിലേക്ക് കൂടി അറസ്റ്റ് ഉണ്ടാകും, അന്വേഷണം ഉണ്ടാകുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. എന്തായാലും സംഘത്തിലെ 3 പേരാണ് ഇതുവരെ പിടിയിലായിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വാർത്തകൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.